ഇനി ആ ഒന്നാമത്തെ ഹദീസിൻ്റെ തന്നെ ബാക്കി ഭാഗം കഴിഞ്ഞ ആമുഖം കുറച്ച് പറയേണ്ടി വന്നു. കാരണം ഒരു വിഷയം തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടണമല്ലോ എന്നുള്ളവർക്ക്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം ഫനജാ മിൻ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹു മുഹമ്മദ. അലാ, അതൊരു പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കലിന് ഉപയോഗിക്കുന്ന വാക്കാണ്. തീർച്ചയായും എന്നാണ് അതിന് അർത്ഥം കിട്ടുക. ഇസ്തിഫ്ഹാമിൻ്റെ ഹംസ ഇൻകാറിൻ്റെ മാനക്ക് വരികയും നഫിൻ്റെ ലാ ഒരുമിച്ച് കൂടുകയും ചെയ്തപ്പോൾ രണ്ട് നിഷേധത്തിൻ്റെ അർത്ഥമാണ് ഒരു സ്ഥലത്ത് വരുന്നത്. അല്ലാതല്ല എന്ന് പറഞ്ഞാൽ ഉറച്ചല്ലോ, തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം തീർച്ചയായിട്ടും ആണ് എന്നാണ് എന്ന് പറഞ്ഞ്. എന്താണ് ഹുവ? ഈ നേരത്തെ നാം വിവരിച്ചു പോന്ന മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം, മഹാനായ ആദം നബി അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി. ശാരീരിക ലോകത്ത് മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ആ രംഗത്ത് തൻ്റെ പുത്രനായ, എന്നാൽ ആത്മീയ ലോകത്ത് എല്ലാ ആത്മാക്കളുടെയും പിതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം രണ്ട് പരിഗണന. ഒന്ന് ഭൗതിക ലോകം, ശാരീരിക ലോകം. ശാരീരിക ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്രനും ആദം നബി അലൈഹിസ്സലാം പിതാവുമാണ്. ആത്മീയ ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. ആ നൂറിൽ നിന്നാണ് മറ്റ് അമ്പിയാക്കന്മാരുടെ ആത്മാക്കളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആ നിരക്ക് നോക്കുമ്പം ആത്മീയ ലോകത്ത് ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ആത്മീയ പിതാവാണ് ബഹുമാനപ്പെട്ട തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ അരികെ ഒരു അബദ്ധം സംഭവിച്ചു. ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്നല്ല, അമ്പിയാക്കളാരും തെറ്റ് ചെയ്യില്ല, അവർ തെറ്റിനെ തൊട്ട് മാസൂമീങ്ങളാണ്. മറിച്ച് ആദം നബി അലൈഹിസ്സലാമിൻ്റെ അരികെ ഒരു മറവി സംഭവിച്ചതിനാൽ വന്ന ഒരബദ്ധം. മറവി കുറ്റമല്ലല്ലോ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, മറന്നുകൊണ്ടോ അബദ്ധത്തിലോ സംഭവിച്ചു പോയാൽ അത് മുഖേന പടപ്പുകളാവുന്ന ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല പഠിപ്പിക്കുകയും അത് ഫഅൽതു എന്ന് അല്ലാഹു തആല അതിന് പ്രത്യുത്തരം ചെയ്യുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട്. അപ്പം മറന്നുകൊണ്ടോ അബദ്ധവശാലോ സംഭവിച്ചത് കുറ്റമല്ല. ആദം നബി അലൈഹി സ്വലാമിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് വഖദ് അഹ്ദിനാ ഇലാ ആദമ ഫനസിയ ഫലം നജിദ് ലഹു അസ്മ. ആദം നബി അലൈഹി സ്വലാമിനോട് ഞാനൊരു കാര്യം വളരെ കണിശമായി നിർദ്ദേശിച്ചിരുന്നു. ഫനസിയ, പക്ഷേ അനന്തരം അദ്ദേഹം അത് മറന്നുപോയി. ഫലം നജിദ് ലഹു അസ്മ. മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഇത്രയും കണിശമായ ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ഉറപ്പും ദാർഢ്യവും വേണ്ടിയിരുന്നു. അതുണ്ടായില്ല. ഫനസിയ, അദ്ദേഹത്തിന് മറവി പറ്റിപ്പോയി. എന്താ കാരണം? അസ്മ, ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ല. ഉലുൽ അസ്മിൽപ്പെട്ട അംബിയാ മുർസലീങ്ങൾ 5 ആളല്ലേ ഉള്ളൂ, അല്ലേ? 5 ആളാണല്ലോ. അതിലാരും എണ്ണീട്ടില്ല. ആദം നബി അലൈഹി സ്വലാമിന് തന്നെയാണ് ഇഷ്ടം. ഉലുൽ അസ്മിൻ്റെ അഴികെ മറവി പോലും സംഭവിക്കൂല. ഇതല്ലാത്തത് കൊണ്ട് മറവി സംഭവിച്ചു, ഒരു അബദ്ധം വന്നു, കയ്യബദ്ധം പറ്റിയതാണ്. അവരുടെ പദവി കൊള്ള നോക്കുമ്പോൾ അതൊരു വീഴ്ചയായിപ്പോയി. തെറ്റല്ലെങ്കിലും ഉണ്ടല്ലോ, ഒരു വീഴ്ചയാണ്. ഈ വീഴ്ച എന്ന് പറയുന്ന അത്ര ഉന്നത പദവിയിൽ വരുമ്പോൾ അതൊരു ഐബാണ്. അത് തിരുത്തി കിട്ടാൻ വേണ്ടിയിട്ട് 200 കൊല്ലക്കാലം നിരന്തരം അള്ളാഹുവിനോട് മാപ്പിനപേക്ഷിച്ച് കണ്ണുനീരൊഴുക്കി കരഞ്ഞു. 200 കൊല്ലം തുടർച്ചയായി കരഞ്ഞു. സുജൂദിലായി കണ്ണുനീരൊലിച്ച് ഒലിച്ച് 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 മണ്ണ് നനഞ്ഞിട്ട് ആ നനഞ്ഞ മണ്ണിൽ നിന്നും ചെടികളും പുല്ലുകളും മുളച്ചിരുന്നു. അത്രയും കരഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല യാ റബ്ബി അമാ തർഹമു ബുക്കായി, രക്ഷിതാവേ എൻ്റെ അടുക്കൽ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, ഇത്രയും കാലം നിന്റെ മുന്നിൽ ഞാൻ കരഞ്ഞിട്ട് നീ എന്നോടൊരു കാരുണ്യം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു പോയി.
ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിവചിച്ചത് നസീത മാസിയതക വദക്കർത ബുകാക്, നിങ്ങളടുത്ത് വന്ന കയ്യബദ്ധം, ആ പിഴവ് നിങ്ങൾ മറന്നില്ലേ? കരച്ചിലാ വലിയ കാര്യം. വീണ്ടും കരഞ്ഞു. അങ്ങനെ കരഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. എത്രയും അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണോ അവരെ അത്രയും അല്ലാഹു തആല ടൈറ്റ് ആക്കും. നമ്മൾ പോലത്തെ ചപ്പു ചവറുകളാണെങ്കിലോ അത് പരമാവധി ലൂസാക്കിയിട്ട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇളവും അല്ലാഹു തആല തരും. അതുകൊണ്ട് ബനീഇസ്രായേൽക്കാർ പെട്ട ചങ്ങായി തനി പോക്കിരിയാൻ നേരം പോലത്തെ അന്ത്യാവോളും കച്ചറയും കുരുമാലമായിട്ട് നടക്കും. എന്നിട്ട് വൈകുന്നേരം ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒരു കല്ലെടുത്തിട്ട് മേപ്പെട്ട് ഇങ്ങനെ കയറി റിസ്ക് തരാൻ നേരിട്ട് നേരം പോലത്തെ അന്ത്യമായിട്ട് ഇതുവരെ ഒരു വസ്തുവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തെറിയുന്നത്. അപ്പൊ കല്ലെടുത്തെറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഞ്ഞസൽ ഇറക്കി കൊടുത്തിട്ട് അവന് ഭക്ഷണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പഠിച്ചോണെ ഇയാതി കടുംപോക്കിരി, ഈ തോന്നിയാസൊക്കെ കളിച്ചിട്ട് എന്തിനാണ് റബ്ബേ അവനെ റിസ്ക് ഇറക്കി കൊടുക്കുന്നത്? അപ്പൊ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് വഹി അറിയിച്ചു, മൂസാ നബിയെ റിസ്ക് തരുന്നവൻ റബ്ബാണെന്നും റിസ്ക് തരാൻ കഴിവുള്ള ഒരുവനായ ഒരു റബ്ബ് ഉണ്ട് എന്നുള്ളൊരു ഈമാൻ ഓനുണ്ടല്ലോ, ബാക്കിയൊക്കെ ഓന് മോശമാണെങ്കിൽ ഇനി ഞാനിപ്പോ ഇതിനെ ഇറക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത ബാബു ഓനെ എവിടെ എത്തും? വെറുതെ പറയാം, അങ്ങനെ ഒരു റബ്ബും പഠിച്ചോനും റിസ്ക് തരുന്നവനൊന്നും ഇല്ല, നമുക്ക് പോണ്ടല്ലോ, ഉള്ള ഈമാൻ കളയണ്ടെന്നുള്ള ഇറക്കി ഇറക്കി കൊടുക്കുകയാണ്. അത് ആ മോശപ്പെട്ടവരോട് അല്ലാഹു തആല വളരെ അയഞ്ഞേക്കും. അതേ സമയത്ത് വലിയ 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 ആളുകളാവും തോറും നന്നായിട്ട് ടൈറ്റാക്കും. ചെറിയൊരു അബദ്ധം വന്നാൽ തന്നെ അവരെ ഇട്ടിട്ട് ഇങ്ങനെ ഹസദന്നാസി ബലാൻ അംബിയാ, നബി തങ്ങൾ തന്നെ പറഞ്ഞതാ, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അല്ലാഹുവിന്റെ അംബിയാക്കന്മാരെ, സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരോട് കൂടുതൽ കൂടുതൽ സമീപസ്ഥരായ പദവിയുള്ള ആളുകളെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കുക. അങ്ങനെ അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അവസാന കാലത്ത് വരുന്ന നിങ്ങളുടെ പുത്രൻ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല നിങ്ങൾക്ക് മാപ്പാക്കി തരും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയാവുന്ന അന്ത്യപ്രവാചകന്റെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഹക്ക് എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ബഹുമാനിക്കുകയും അവരോട് ഞാൻ മഹബത്ത് വെക്കുകയും ചെയ്യുന്നു, അതാണ് ഹക്ക്. അത് ഓരോ മോമിനീങ്ങളും തമ്മിൽ ചെയ്യേണ്ട കാര്യമാണ്. മോമിനീങ്ങൾ എന്ന നിലക്ക് പരസ്പരം സ്നേഹിക്കുക, മഹാന്മാരാണെങ്കിൽ അവരെ ബഹുമാനിക്കുക, ഇത് നമ്മളുടെ ഹക്കാണ്, നമ്മൾ കടമയാണ്, അത് നമ്മളെ ഈമാന്റെ ഭാഗമാണ്. അത് വെച്ചുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പൊറുക്കണേ എന്ന് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നിങ്ങളെങ്ങനെ മുഹമ്മദ് നബിനെ മനസ്സിലാക്കി, മുഹമ്മദ് നബിനെ ഞാൻ സൃഷ്ടിച്ച് ലോകത്തേക്ക് അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറയുന്നു, റഹ്മാനായ റബ്ബേ, നീ എനിക്ക് റൂഹ് ഊതിയ സമയത്ത് നിന്റെ അർശിന്റെ തൂണുകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതപ്പെട്ടത് കണ്ടു. സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിച്ച സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗത്തിന്റെ എല്ലാ ഭാഗത്തും എഴുതപ്പെട്ടത് ഞാൻ കണ്ടു. നിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ കെലിമയിലേക്ക് ചേർത്തൊരു പടപ്പിന്റെ പേര് നീ എഴുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ പടപ്പുകളിൽ ഏറ്റവും ആദരണീയനായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്നോട് ദുആ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, അതേ തന്നെ ഞാൻ പടച്ച പടപ്പുകളിൽ ഏറ്റവും ആദരണീയനാണ്. അദ്ദേഹത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെയോ ഈ ലോകത്തെ സ്വർഗനരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെയോ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിം രണ്ടുപേരും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം ഇതിന്റെ പരമ്പര കുറ്റമറ്റ സഹീഹാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിലൊരു കാര്യം മനസ്സിലാക്കുക, ഹാക്കിം എന്ന് പറയുന്ന ഒരാളെ പേരല്ല. ഹദീസ് പണ്ഡിതന്മാർക്ക് നൽകപ്പെടുന്ന ടൈറ്റിലുകളിൽ ഏറ്റവും ഉയർന്ന ടൈറ്റിലാണ് ഹാക്കിം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1,00,000 ഹദീസ് അതിൻ്റെ സനദും മത്തുനും അഥവാ ഹദീസും അതിൻ്റെ പരമ്പരയും ഉൾപ്പെടെ ചരിത്രസഹിതം മനപ്പാടമുള്ള ആളുകൾക്ക് ഹാഫിള് എന്ന് പറയും. 1,00,000 ഹദീസ് ഇങ്ങനെ വായിച്ചാൽ പോരാ, അതിൻ്റെ പരമ്പര സഹിതം ഹിഫ്ള് വേണം. 2,00,000 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് ഹുജ്ജത്ത് എന്നാ പറയാം.
ലോകത്ത് പ്രസിദ്ധമായി അറിയപ്പെട്ട് റിവായത്ത് ചെയ്ത എല്ലാ ഹദീസുകളും ഹിഫ്ദ് ഉണ്ടെങ്കിലേ ഒരാൾക്ക് ഹാക്കിം എന്ന് പേര് വരുള്ളൂ. ശരി. അപ്പം അബു അബ്ദുല്ലാഹി നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഹാക്കിം എന്ന ടൈറ്റിൽ നാമത്തിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഹാക്കിം എന്ന ടൈറ്റിൽ നാമത്തിൽ അറിയപ്പെടുന്ന 3 ലക്ഷത്തിന്റെ മേലെ പ്രസിദ്ധമായ എല്ലാ ഹദീസും പരമ്പര സഹിതം ഹിഫ്ളുള്ള ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഗുരുനാഥനായ അബു അബ്ദുല്ലാഹി നൈസാബൂരി അൽ ഹാക്കിം, അദ്ദേഹം റിവായത്ത് ചെയ്യുക മാത്രമല്ല പരമ്പര സഹീഹാണെന്ന് അഭിപ്രായപ്പെടുകയും അത് പ്രസിദ്ധരായ എല്ലാ മുഫസ്സിറുകളും അവരുടെ തഫ്സീർ ഗ്രന്ഥത്തിൽ എടുത്തു ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവം ഇതാണ് ആദം നബി അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വസീല ദുആക്ക് അല്ലാഹു തആല നിർദ്ദേശിച്ചതുമാണല്ലോ. വബ്തഗൂ ഇലൈഹിൽ വസീല, ഖുർആൻ പറഞ്ഞതല്ലേ. അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ആവശ്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഇടയിൽ നിങ്ങൾ ഒരു വസീലയെ സ്വീകരിക്കണം. വസീല എന്ന് പറഞ്ഞാൽ മാധ്യമം. ഈ മാധ്യമം എന്താണ്? സ്വാലിഹായ അമലാണ് എന്ന കാര്യത്തിൽ ലോകത്താർക്കും ഒരു തർക്കവുമില്ല. സ്വാലിഹായ അമലുകൾ വസീലയാണ്. ആ ലോകത്ത് സുന്നിയല്ലാത്തവരെന്നുള്ള യാതൊരു തർക്കവുമില്ല. ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ഒരു വസീലയോട് കൂടി ദുആ ചെയ്യുക. 2 ജാതി ദുആ എടുക്കാന്നർത്ഥം. 2 ജാതി ദുആ. ഒന്ന് നേരിട്ട് പടച്ചോനെ പുറത്തു തരണേ, മാപ്പാക്കണേ, ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ, ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ, രോഗങ്ങൾ ശിഫയാക്കണേ, അങ്ങനെയാണ് ദുആർക്കൊക്കെ ചെയ്യാം. അതൊരു രീതിയാണ്. അതേ സമയത്ത് സ്വാലിഹായ ഒരു അമല് ചെയ്തിട്ട് ആ അമല് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, എൻ്റെ രോഗം മാറ്റി തരണേ, എൻ്റെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന് ചോദിക്കാം. ഈ 2 രീതിയും ആകാമെങ്കിലും വസീലയുടെ രീതിയാണ് ഖുർആൻ നിർദ്ദേശിച്ചത്. വബ്തഗൂ ഇലൈഹിൽ വസീല. ഇതിലാർക്കും തർക്കമില്ല. പണ്ട് 3 ആള് യാത്ര പോകുന്ന സമയത്ത് വസീലയാക്കി ദുആ ചെയ്ത സംഭവം ബുഖാരിയോ മുസ്ലിമോ ഒക്കെ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാറ്റും മഴയും വന്നപ്പോൾ ഒരു ഗുഹയിൽ കയറി കൂടി. മലന്റെ ചോട്ടിലുള്ള ഗുഹയായിരുന്നു. അങ്ങനെ മഴയും കാറ്റും ശക്തിപ്പെട്ടപ്പം മലന്റെ മുകളിൽ നിന്നോട് വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് ഗുഹാമുഖം അടഞ്ഞു. എല്ലാവർക്കും അറിയുന്ന, ഞാൻ നീട്ടിപ്പരിച്ച് പറയണില്ല. ഗുഹാമുഖം അടഞ്ഞു. ലോകം കാണാനോ ശ്വാസോച്ഛ്വാസം നടത്താനോ ഒരു മാർഗമില്ല. ചെറിയൊരു ഗുഹയിൽ കുറച്ചു നേരം കഴിയാൻ പിന്നെ ശ്വസിക്കാൻ കഴിയില്ലല്ലോ. കയ്യിലാണെങ്കിൽ ഒരായുധമില്ല. പുറത്ത് കിടക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. മരണം കണ്ണ് മുന്നിൽ കണ്ടു. ഇനി മരിക്കല്ലാതെ യാതൊരു രക്ഷയില്ല. ആ സമയത്ത് അവർ 3 പേരും ഇങ്ങനെ ചർച്ച ചെയ്തു, നമ്മളിങ്ങനെ മരിക്കാൻ കുത്തിരിക്കുന്നതിനും നല്ലത് നമ്മൾ ചെയ്ത അമലുകളിൽ ഏറ്റവും ഇഖ്ലാസോട് കൂടി ചെയ്ത അമൽ ഏതാണെന്ന് ചിന്തിച്ച് ആ അമല് ഇടയാക്കിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അങ്ങനെ അവർ ഓരോരുത്തരും അവർ ചെയ്ത ഏറ്റവും നല്ല അമലുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത്, ആദ്യത്തെ ആൾ ദുആ ചെയ്തപ്പോൾ അല്പം മാറി, അപ്പോൾ കാറ്റും ശ്വാസവും കടക്കാനായി. 2ാമത്തെ ആള് വീണ്ടും ദുആ ചെയ്തപ്പോൾ കുറെ കൂടി നീങ്ങി, അപ്പോൾ വെളിച്ചം കാണാനായി ശരിക്ക്. 3ാമത്തെ ആളെ പ്രാർത്ഥനയോടുകൂടി ആ പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്ന് മാറിയെന്നും അവർ സുരക്ഷിതമായി പുറത്തു പോകുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ, വലിയ നീണ്ട ഹദീസ, ഒന്നും പറയേണ്ട, എല്ലാവർക്കും അറിയുന്ന വിഷയമായതുകൊണ്ട്. ഈ സാലിഹായ അമലി ഇടയാക്കി ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് നമ്മളാളുകൾ, ഈ സുന്നികള്, നമ്മളൊക്കെ സുന്നികൾ തന്നെ, സുന്നികൾ എന്ത് ചെയ്യും? എന്തൊരു ദ്വാരക്കണേനും അൽഫാത്തിഹ. ചിലവർക്ക് അത് ദഹിക്കൂല. ഇതെത്താപ്പൊരു അൽഫാത്തിഹ, അനങ്ങണോർത്തൊക്കെ അൽഫാത്തിഹ. റസൂലുള്ളാഹി അങ്ങനെ അൽഫാത്തിഹ പറഞ്ഞിനോ? അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ അൽഫാത്തിഹ പറഞ്ഞിനോ? ഉമർ ഖത്താബ് അങ്ങനെ അൽഫാത്തിഹ പറഞ്ഞു? എന്ത് ഈ സുന്നിയക്ക് ചിലവര് ഖുറാഫികൾ എന്നും പറയും. ഖുറാഫികൾ അനങ്ങ അൽഫാത്തിഹ എന്നിട്ട് പറയാം ഫാത്തിഹ പാർസലാക്കുന്ന ടീമാണെന്ന്. വിവരില്ലാന്നിട്ട് പറയാണ് കേട്ടാ. നമ്മൾ ഫാത്തിഹ പാർസലാക്കുകയെ അല്ലെങ്കിൽ അൽഫാത്തിഹ പുതിയ ഉണ്ടാക്കിയ ചെയ്തല്ല. അള്ളാഹു പറഞ്ഞതാണ് വബ്തഗൂ ഇലൈഹിൽ വസീല. അള്ളാഹുവിനോട് നിങ്ങൾ ഒരു കാര്യം ദുആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ദുആഇന്റെ മുമ്പ് ഒരു സ്വാലിഹായ അമലി എന്തെങ്കിലും ചെയ്ത് അത് വസീലയാക്കി ദ്വാരക്കണം. ഇത് ഖുർആനിൽ അള്ളാഹ് കൽപ്പിച്ചതാ. അത് ഏത് സ്വാലിഹായ അമലും പറ്റുമോ? ഒരാൾ ഖാത്മ ഓതാൻ കഴിയോ? വലിയ അമലായി. അപ്പൊ എല്ലാവർക്കും കഴിയൂലല്ലോ. എന്നാ വേണ്ട നിങ്ങൾ യാസീൻ ഓതിക്കോളി.
തിരക്കുണ്ടാവുമ്പോൾ അതിനും കുറച്ച് സമയം വേണ്ടേ? എന്നാ വേണ്ട, ഒരു ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിക്കോളി. ഒരു ഫാത്തിഹ സൂറത്തും ഉമ്മുൽ ഖുർആനല്ലേ? ഒരു ഹർഫ് ഓതിയാൽ 10 ഹസനത്തുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞതല്ലേ? ഈ ഫാത്തിഹ എന്ന് പറയുന്ന ഉമ്മുൽ ഖുർആൻ ആവുന്ന സൂറത്ത് ഓതുക എന്ന് പറയുന്ന സ്വാലിഹ അമൽ ചെയ്തിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസ്. ഖുർആന്റെ 3/1 സമാനാണ്. 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം ഓതുന്നതിന്റെ പ്രതിഫലമുണ്ട്. ഒരു ഫാത്തിഹ സൂറത്തും ഒരു ഖുൽ ഹുവല്ലാഹു 1 വട്ടം ഓതിയാൽ എത്ര കൂലിയായി? സ്വാലിഹ അമലല്ലേ? ഇതല്ലേ ഹസനത്ത് പറയുന്നത്? എന്നാ മഹാന്മാര് വസീലയാണെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട്, മമ്പുറത്തെ തങ്ങളെ ഹക്കുകൊണ്ട്, മൊയ്തീൻ ശൈഖിന്റെ ഹക്കുകൊണ്ട്, മുത്തുനബിന്റെ ഹക്കുകൊണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ഹക്കുകൊണ്ട് എന്നൊക്കെ പറയുന്നത് സ്വാലിഹ അമല. ഒന്നും ഓനെ മുന്നിൽ നിർത്തിയിട്ടല്ല. അവരെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഹക്കാണ്. ഈ ഹക്ക് ആവുന്ന ഈമാൻ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാ. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമല് 2 തരം. ഒന്ന് ഇസ്ലാമികമായ അമല്, രണ്ടാമത്തേത് ഈമാനികമായ അമല്. അങ്ങനല്ലേ? ഇസ്ലാമികമായ അമല് ശരീരം കൊണ്ട് ചെയ്യുന്നത്, ഈമാനികമായ അമല് കൽബ് കൊണ്ട് ചെയ്യുന്നത്. കൽബ് കൊണ്ട് ചെയ്യുന്നതും ശരീരം കൊണ്ട് ചെയ്യുന്നതും തമ്മിൽ നോക്കിയാൽ കൽബ് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാകുക. അതിനാണ് പ്രാധാന്യമുള്ളത്. ഈമാനും ഇസ്ലാമും കൂടെ നോക്കുമ്പോൾ ഈമാൻ ഇല്ലാത്ത ഇസ്ലാം കൊണ്ട് ഒരു പരിഗണനയില്ലല്ലോ. ഈമാന്റെ കണക്കിനനുസരിച്ചാണ് ഇസ്ലാമിന് വില കിട്ടുക. അപ്പൊ അസ്ല് അടിസ്ഥാനം ഈമാനാണ്. അത് അവന്റെ കൽബിലുണ്ടാവുന്ന അമല. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈമാന്റെ ഭാഗമാണ്. അപ്പൊ ഈ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരെ നാം മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഈമാനിന്റെ ഭാഗമാണ്. അത് എൻ്റെ മനസ്സിലുള്ള സംഗതിയാ. ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് എന്താ? മൂത്താപ്പാനുമാനായിട്ടാ? മമ്പുറത്ത് തങ്ങൾ ആദരിക്കുന്നത് എന്താ? നമ്മളെ പങ്ങളെ കെട്ടി അളിയനാ? ഒന്നുമല്ലല്ലോ. ആണോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളി. ഇല്ലല്ല, അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരാണ്, അള്ളാഹു സ്നേഹിച്ചും ആദരിച്ചവരുമാണ് എന്ന നിലക്കാണ്. അത് ഈമാനികമായ ബന്ധമാണ്. അത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഹക്കാണ്. ഈ ഹക്ക് മുൻനിർത്തിക്കൊണ്ടാ ചോദിക്കുന്നത്. അഥവാ ഈമാനിന്റെ പേരിൽ അള്ളാഹു ആദരിച്ച് സ്നേഹിച്ചവരെ ഞങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന ഈമാനാവുന്ന സ്വാലിഹ അമല് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. വബ്തഗൂ ഇലൈഹിൽ വസീല. ഉണ്ടോ? വസീലയോട് കൂടി ദുആ ചെയ്യണം. ആ വസീല തന്നെയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ചെയ്തത്. അള്ളാഹുവെ നിന്റെ പരിശുദ്ധ നാമമാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കൂടെ നിന്റെ പടപ്പുകളിൽ നീ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളെ പേരല്ലാതെ എഴുതില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചേർത്തെഴുതിയതിൽ നിന്നിട്ട് നീ ഏറ്റവും ആദരിച്ച നിന്റെ പടപ്പുകളിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ആള് മഹാനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇത് മുൻനിർത്തി അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇതിന് എന്ത് കുഴപ്പമുള്ളത്? ഹദീസിലുണ്ട് അതിന്റെ പുറമെ. യുക്തിക്ക് എന്ത് കുഴപ്പമുള്ളത്? അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കാതെ ഈമാനല്ലേ? അതില്ല ഞാൻ ഈമാൻ ഉണ്ടാവുമോ? അപ്പൊ ആദം നബി അലൈഹി സ്വലാം തവസ്സുലാക്കി. മാത്രമല്ല വഫ്തഖറ ബിഖൗനിഹി വാലിദ, താൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവാണ് എന്നതിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ദുന്യാവുന്നു ആഖിറത്തുന്നു. ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തിൽ 2 പ്രത്യേകതകൾ. ആണുങ്ങളെ കൂട്ടത്തിൽ താടി മീശയുള്ള ഏക മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാം മാത്രമായിരിക്കും. ബാക്കി ആർക്കും താടി മീശ ഉണ്ടാവില്ല. ഒക്കെ നല്ല ചുരുക്കുള്ള കുട്ടികൾ, ചെറുപ്പക്കാര്. ഒറ്റ കുട്ടിക്കും താടി മീശയില്ല. മറ്റൊന്ന്, എല്ലാവരും സ്വന്തം പേരിലാണ് അറിയപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ അറിയപ്പെടുന്ന അബൂ മുഹമ്മദ് എന്ന പേരിലാണ്. അതാണ് വഫ്തഖറ ബിഖൗനിഹി വാലിദ. എത്ര മക്കളുണ്ട്? എല്ലാ മക്കളും മക്കൾ തന്നെയാണല്ലോ. എന്നിട്ട് അബൂ മുഹമ്മദ്, മുഹമ്മദിന്റെ വാപ്പ എന്ന പേരിൽ മഹാനവർകൾ ദുന്യാവിലും ആഖിറത്തിലും അഭിമാനം കൊള്ളുന്നു. അതിന് അർഹതയുണ്ട് ഇത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞു വന്നപ്പോൾ സംഭവം പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നല്ല വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തവസ്സുൽ തന്നെയാണ്. തവസ്സുലിന് 2 രീതി ഉണ്ട് എന്ന് മാത്രോ. തവസ്സുലല്ലാത്തൊരു ഇസ്തിഗാസ ഇല്ല. അത് ചിലർക്ക് തിരിയാഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ,
ഇവരോട് നമുക്ക് വേണ്ടി ദ്വാരക്കാൻ പറയാം. മറ്റേ അവരുടെ ഹക്ക് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ തന്നെ ദ്വാരക്കുക. ഇവിടെ വ്യത്യാസം. രണ്ടും അള്ളാഹുവിനോടുള്ള അപേക്ഷകളാണ്. തവസ്സുൽ, സാധാരണഗതിയിലുള്ള തവസ്സുൽ, നമ്മൾ ഈ മഹാന്മാരോടുള്ള മഹബത്താവുന്ന സ്വാലിഹായ അമല ഇടയാക്കിയിട്ട് അള്ളാഹുവെ നീ എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പറയാണ്. ഇസ്തിഗാസ എന്ന് പറയുന്ന അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ആളുകളെ അവരോട് നമുക്ക് വേണ്ടി, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ളത് കൊണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഷഫാഅത്ത് ചെയ്ത് രക്ഷിപ്പിക്കണേ എന്ന് അപേക്ഷിക്കുക. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇതപ്പോൾ വ്യത്യാസം. ഒന്ന് നമ്മൾ നേരിട്ട് ദുആ ചെയ്യുന്നു, പക്ഷേ അവരോടുള്ള മഹബത്ത് എന്ന് പറയുന്ന, അവരെ തഅലീം എന്ന് പറയുന്ന അമലിനെ ഇടയാക്കുന്നു. രണ്ടാമത്തേത് അവർ അള്ളാഹു ബഹുമാനിച്ച സ്ഥാനമാനങ്ങൾ കൊടുത്തവരാണ് എന്നതുകൊണ്ട് അവരോട് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഒന്ന് അള്ളാഹിനോട് പറയാണ്, ഒന്ന് പടപ്പുകളോട് പറയാണ്. പക്ഷെ പടപ്പുകളോട് പുറത്തു തരാനല്ല പറയുന്നത്, ഉദ്ദേശം സാധിപ്പിച്ചു തരാനല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ കാര്യത്തിൽ അവർ അള്ളാഹു ബഹുമാനിച്ചവരും സ്ഥാനം കൊടുത്തവരുമായതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇസ്തിഷ്ഫാ എന്നാണ് ഈ പറയുന്ന ഇസ്തിഗാസന്റെ അർത്ഥം. അതിനെന്താണ് കുഴപ്പം? ജീവിച്ചിരിക്കുന്നവരോട് കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. ഉസ്താദേ ദ്വാരക്കണേ, അജയരെ ദ്വാരക്കണേ, മൂല്യാരെ ദ്വാരക്കണേ, തങ്ങൾ പാപ്പ ദ്വാരക്കണേ, പറഞ്ഞൂടെ? പറയണമല്ലോ, ആർക്കും തർക്കമില്ല, ഒരു കക്ഷിക്കും തർക്കമില്ല. അതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ. മരിച്ചാ പറ്റുമോ? മരിച്ചവരോട് പറയാൻ പാടില്ല. മരിക്കണിപ്പോ ഈ തടിയല്ലേ ഹബീബന്മാരെ മരിക്കണുള്ളൂ, ആത്മാവ് മരിക്കണ്ട. ഈ സ്ഥാനവും ബഹുമാനവും പദവി എന്നൊക്കെ പറയുന്നത് തടിക്കാനുള്ളത്, അത് ആത്മാവിനല്ലേ, തടിയല്ല പ്രശ്നം. ഈ തടി ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ്, അത് ഞാനെന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അതിനാണ് ബഹുമാനവും ആദരവും സ്ഥാനവും ഒക്കെ. അതിന് മരണമില്ല. ശരീരത്തിൽ നിന്നിട്ട് കൂടുമാറി സ്വതന്ത്രമാകുന്നു എന്നാണ് മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പുനർജീവിതം കൊണ്ട് ആ കൂടുമാറി സ്വതന്ത്രമായ ആ ആത്മാവ് വീണ്ടും ഈ ശരീരത്തിലേക്ക് തന്നെ പുനഃപ്രവേശം ചെയ്യുന്നു എന്നതാണ് പുനർജീവിതം. അപ്പൊ അവരുടെ ആരുടെയും അള്ളാഹ് ബഹുമാനിച്ച ആദരിച്ച മഹാന്മാരുടെ സ്ഥാനവും മഹത്വവും ബഹുമാനവും ഒക്കെ അവരുടെ ആ വ്യക്തിത്വത്തിനാണ്. ആ വ്യക്തിത്വം ഒരിക്കലും മരിക്കുന്നില്ല, നശിക്കുന്നില്ല. തന്നെയല്ല, അവര് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം, തൻ്റെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളായ മൂമിനീങ്ങൾ അവരുടെ മക്കളും മക്കളെ മക്കളും കുടുംബങ്ങളും നാട്ടിൽ വെച്ച് ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ വെളിവാക്കപ്പെടുമെന്നും ഹൈറായ കാര്യം കാണുമ്പോൾ സന്തോഷിക്കുമെന്നും ഷർറായി കണ്ടാൽ സങ്കടപ്പെട്ടുകൊണ്ട് പടച്ചോനെ എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരമക്കൾക്ക് തൗബ ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഈ തെറ്റോടുകൂടി നീ മരിപ്പിക്കല്ലേ പടച്ചോനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നന്മയും തിന്മയും കണ്ടുകൊണ്ടും നന്മയിൽ സന്തോഷിച്ചുകൊണ്ടും തിന്മയിൽ സങ്കടപ്പെട്ട് അത് പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് അവരവിടെ ഇരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് സയലല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും ചെയ്യുന്നത് കാണും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നതായി ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഹദീസ് ഗ്രന്ഥം അബൂ ദാവൂദ്. ഈ അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസിൽ മുഅ്മിനീൻ, അപ്പോൾ അവര് എല്ലാം കഴിഞ്ഞു എന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ തൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞുകൊണ്ടിരിക്കും മഹാന്മാർ. ആ അറിയുമ്പോൾ അവർ അതിൽ ഇടപെടുകയും അള്ളാഹുവിനോട് ശുപാർശ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരു ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കാണ്, മഹാന്മാരോട് അപേക്ഷിക്കാണ്. എന്ത്? ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അത് നിറവേറി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം, ശുപാർശ തേടുക. ഇസ്തിഷ്ഫാ എന്നാണ് ഇതിന്. പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു അതിന് പറഞ്ഞിരുന്നത്. പിന്നെയാണത് പിൽക്കാലത്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞത്. തെറ്റല്ല, രണ്ടും ഒരേ ആശയത്തിനാണ്. അപ്പോൾ ഒന്ന് നമ്മൾ അവരുടെ മഹബത്താവുന്ന അല്ലെങ്കിൽ തഅലീമാവുന്ന ഇബാദത്ത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു. രണ്ട്, അവർ മഹാന്മാരാണെന്നത് കൊണ്ട് അവരോട് നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇശ്ഫഊ തൂജറൂ, മഹാന്മാർ ഷഫാഅത്ത് ചെയ്താൽ ആ ഷഫാഅത്ത് ചെയ്ത ആൾക്ക് കാര്യം സാധിപ്പിച്ചു കൊടുത്തവർക്ക് കിട്ടുന്ന കൂലി കിട്ടുന്ന. ഷഫാഅത്ത് ചെയ്തോനെ ഒരാൾ കൊടുത്ത് വേറൊരാൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു റെക്കമെൻഡ് ചെയ്തു, എന്നാൽ കൊടുത്തോനും കിട്ടും കൂലി, റെക്കമെൻഡ് ചെയ്തോനും കിട്ടും കൂലി എന്നാ നിയമം. എന്നതുപോലെ സ്വാലിഹീങ്ങളായ ആളുകൾ ഷഫാഅത്ത് ചെയ്താൽ
അവര് സ്വന്തം ഒന്നും ചെയ്യില്ല, അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാ എന്ന്. അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുത്താൽ ഈ മനുഷ്യന്റെ ഒരു ആവശ്യം സാധിപ്പിച്ചു കൊടുത്ത പുണ്യം പ്രതിഫലം ഈ ശഫാഅത്ത് ചെയ്ത ആൾക്ക് കിട്ടും. അതാണ് യാതാലൊരിക്കലും അള്ളാട് തേടൂകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവിനെന്നോവർ എന്ന് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞ്. കണ്ടോണി ഒരു മനുഷ്യൻ കാട്ടിയ കുരുത്തക്കേട്. ഇങ്ങനെ ആൾക്കാർ അള്ളഹാനോട് ഏതെങ്കിലും സാധു പാവങ്ങൾ ദ്വാരക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ, നിങ്ങൾ എന്നോട് പറയും എന്ന് ഇയാൾ പറയണത് ആളെ ശിർക്കിലേക്ക് വിളിക്കല്ലേ. എന്താ ഇതിനൊക്കെ കാട്ടുക? അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ നേരിട്ട് ചോദിക്കാം. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങൾ എന്നെ ഇടയാക്കിക്കൊണ്ട് ചോദിച്ചോളൂ, എന്നോട് ശുപാർശ ആവശ്യപ്പെട്ടോളൂ. അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഞാൻ നിങ്ങളുടെ ശഫാഅത്ത് ചെയ്തിട്ട് അള്ളാഹു സാധിപ്പിച്ചെന്നാൽ എനിക്കതിൻ്റെ കൂലി കിട്ടുമല്ലോ. അവർക്കൊക്കെ പരലോകത്ത് രക്ഷപ്പെടല ഉദ്ദേശോ. മനസ്സിലായില്ലേ? നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശുപാർശ പറഞ്ഞോളി, എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂ. അപ്പൊ അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി അതാ എന്നെ കൊണ്ട് തേടിക്കോളി, അതാ ഞാൻ അതിന്റെ ഇടക്ക് നിങ്ങൾക്ക് ഒരു ശഫാഅത്ത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കുകയാണെങ്കിൽ ആ കൂലിയും കൂടി എനിക്ക് കിട്ടുമല്ലോ. അപ്പൊ അതിലൊന്നും ഈ ആളുകൾ വിചാരിക്കും പോലെ എന്തെങ്കിലും ആകാശം ഒളിഞ്ഞാടുന്ന സംഗതിയൊന്നും ഇല്ല. പഠിച്ചോനെ, അങ്ങോട്ട് തിരിയുമ്പോത്തിന് ശിർക്ക്, ഇങ്ങോട്ട് തിരിയുമ്പോത്തിന് ശിർക്ക്, അങ്ങോട്ട് നോക്കുമ്പോത്തിന് കുഫ്ർ, അങ്ങനെയൊന്നും ഇല്ല. ഈ ദീന് എന്ന് പറയാം അദ്ദീനു യുസ്റുൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു യുസ്റുൻ. ദീൻ എന്ന് പറഞ്ഞാൽ വളരെ സൗകര്യപ്രദമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ പറഞ്ഞേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മുറുക്കിയിട്ട് സൂചിക്കുഴ പോലെ അത്ര ഇടുങ്ങിയതൊന്നും അല്ലത്. മനസ്സിലായില്ലേ? കുറച്ചൊന്ന് അപ്പുറപ്പുറക്കൊന്ന് കിതാബും മറ്റൊക്കെ അല്ലേ മാക്കന്മാർ പറഞ്ഞതും നിബിധങ്ങളെ ഹദീസും ഒക്കെ ഒന്ന് എന്ത് വേണം നോക്കണം ഇടയ്ക്ക്. വെറും അഫ്ദലുൽ ഉലമ എൻട്രൻസ് പാസ്സായിട്ട് മൗലാനിയായിട്ട് നടന്നാൽ പിന്നെ അത്രക്കേ ഇൽമുണ്ടാവുള്ളൂ. ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫനജാ മിനർ റദാ. അങ്ങനെ അത് കാരണം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഹലാക്കിൽ നിന്നും രക്ഷപ്പെട്ടു. ഹലാക്കാവുന്നതിന് രക്ഷപ്പെടുത്താൻ കാരണം 7 മാസക്കാലമാണ് തൂഫാൻ നീണ്ടുന്ന ഭൂമിയിൽ. ആ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലും ആ കപ്പലിൽ കയറിയ 83 മനുഷ്യരും എല്ലാ മൃഗങ്ങൾ ജീവജാലങ്ങളിൽ നിന്നിട്ട് ഓരോ ജോഡിയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കപ്പലിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതല്ലാത്ത സർവ്വ ജീവജാലങ്ങളും, മനുഷ്യൻ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും നശിച്ചുപോയി. ആ കപ്പലിൽ കയറിയവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ആ കപ്പലിൽ കയറിയ കൂട്ടത്തിൽ ആരുണ്ട്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 3 മക്കളുണ്ട്. 4 മക്കളുണ്ടായിരുന്നു. ഒരുത്തം കുരുത്തം കെട്ട് വെള്ളത്തിൽ മുങ്ങി ഹലാക്കായി, കാഫറായിട്ട്. അതാണല്ലോ യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാതെ അയാള് കാഫറായി പോയി. കാഫറായിട്ട് രക്ഷയൊന്നുമില്ല. ബാക്കി 3 ആള് ഹാം, സാം, യാഫസ്. ഈ 3 മക്കളും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിലുണ്ട്. അവരുടെ ഭാര്യമാരും ഉണ്ട്, ബാക്കിയുള്ളവരും ഉണ്ട്. പക്ഷേ തൂഫാൻ കഴിഞ്ഞിട്ട് ഭൂമിയിൽ താഴെ ഇറങ്ങിയതിന് ശേഷം ഈ 3 മക്കൾക്കല്ലാതെ ഒരൊറ്റ ആൾക്കും സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ. ഖുർആൻ അടിവരട്ട് പറഞ്ഞു.